ഇനി ഞാൻ കുറച്ച് സിമ്പിൾ റിസൾട്ടുകൾ ഇങ്ങനെ പറയുകയാണ്. ഞാൻ റിസൾട്ട് എഴുതും, പ്രൂഫും ഞാൻ എഴുതും. പക്ഷേ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ സ്വന്തം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ആവശ്യത്തിന് സ്കിപ്പ് ചെയ്തൊക്കെ കാണാം കേട്ടോ. ഞാൻ എഴുതുന്ന പ്രൂഫ് അത് നോക്കിയിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സ്വയം ചെയ്യുക. വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഇത് നോക്കുക. ഓക്കെ, ആദ്യത്തെ റിസൾട്ട് ഇതാണ്. ഫസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് വായിച്ച് നോക്കുക. ഇത് പറഞ്ഞത് ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനും സീറോനെ സീറോയിലേക്ക് മാപ്പ് ചെയ്യും. ടി ഓഫ് 0 = 0. ശ്രദ്ധിക്കണം, ഈ 0 ഇവിടുത്തെ 0 ആട്ടോ, ഇൻപുട്ട് അല്ലേ, ഇത് വിയിലെ 0 ആണ്. ഈ 0 ഡബ്ല്യൂത്തെ 0 ആണ് അല്ലേ. ഈ വിയും ഡബ്ല്യൂയും ഡിഫറൻസ് വെക്ടർ സ്പേസുകളാവാമല്ലോ. അപ്പം ഈ 0 ഈ വെക്ടർ സ്പേസിൽ 0, ഈ 0 ഈ വെക്ടർ സ്പേസിൽ 0. ഓക്കെ, നൈസ്. ഇനി ഇത് പ്രൂവ് ചെയ്യണം. നിങ്ങൾ പ്രൂവ് ചെയ്തോളൂ. ഇവിടെ എഴുതാം. സോ ടി ഓഫ് 0 = 0 എന്ന് കാണിക്കണം. അപ്പം ഞാൻ അതിനെങ്ങനെ എഴുതി? 0നെ 0 + 0 എന്ന് എഴുതാമല്ലോ അല്ലേ. സോ നൗ ദിസ് ഈക്വൽ ടു ടി ഓഫ് 0 + ടി ഓഫ് 0. കാരണം എന്താണ്? ടി ഓഫ് യു, ടി ലീനിയർ ആണ് അല്ലേ. ടി ഓഫ് യു പ്ലസ് വി = ടി ഓഫ് യു + ടി ഓഫ് വി എഴുതാം. ഇനി രണ്ട് സൈഡിൽ ഞാൻ -T0 ആഡ് ചെയ്യട്ടെ അല്ലേ. പ്ലസ് ടി ഓഫ് 0 = ഇവിടെ ആഡ് ചെയ്യട്ടെ. -T0 + T0 + T0 അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, ഈ T0 എന്ന് പറയുന്നത് ഇവിടുത്തെ എലമെൻ്റ് ആട്ടോ, ഇമേജ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ എലമെൻറ്റ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ 0 കിട്ടും അല്ലേ. ഇനി ഇവിടെ പിന്നെ അസോസിയേറ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടാളെ ഒരുമിപ്പിക്കാം. അപ്പോൾ അത് ക്യാൻസൽ ആവും, ബാക്കി ടി ഓഫ് 0 വരും. പ്രൂഫായല്ലോ. ഇനി അടുത്ത റിസൾട്ട്. അടുത്തത് ടി ലീനിയർ ആണെന്നുള്ളതിൻ്റെ അതിൻ്റെ ഡിഫറെൻ്റ് ഓൺ ലൈഫ് കണ്ടീഷനാണ്. ശരിക്കും ടി ലീനിയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടി ഓഫ് യു പ്ലസ് വി = ടി ഓഫ് യു + ടി ഓഫ് വി, പിന്നെ ടി ഓഫ് സി വി = സി × ടി ഓഫ് വി. അങ്ങനെ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇത് പകരം ഈ ഒരൊറ്റ ഒന്ന് പറഞ്ഞാൽ മതി അല്ലേ. ടി ഈസ് ലീനിയർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് തിങ് ഹാപ്പൻസ്. സോ ഇമ്പ്രൂവ് ചെയ്തോളൂ. ഞാൻ തുടങ്ങാം. സപ്പോസ് ടി ഈസ് ലീനിയർ. ടി ലീനിയർ ആണെങ്കിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുമെന്ന് ഇവിടെ കാണിച്ചാണ്. ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നത്. ഇത് ലീനിയാരിറ്റിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുവരാം അല്ലേ. ടി ഓഫ് യു പ്ലസ് വി = ടി ഓഫ് യു + ടി ഓഫ് വി എന്ന് പറയുന്ന പകരം ടി ഓഫ് സി യു + വി = ടി ഓഫ് സി യു + ടി ഓഫ് വി അങ്ങനെ പറഞ്ഞു. ഇനി ഇവിടെ ലീനിയാരിറ്റിൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് ഈ സി എനിക്ക് പുറത്തെടുക്കാം, സ്കാലർ പുറത്തെടുക്കാം, അത് എഴുതി. സോ അങ്ങനെ കിട്ടി. ഓക്കെ, ഇനി കോൺവേഴ്സ്. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ലീനിയർ ആണെന്ന് കാണിക്കണം. കോൺവേഴ്സ്ലി കോൺവേഴ്സിൻ്റെ പ്രൂഫ് ഇവിടെ ഉണ്ട്. അതായത് നമ്മൾ ടിക്ക് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ടി ലീനിയർ ആണ് കാണിക്കണം അല്ലേ. സപ്പോസ് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടി ലീനിയർ ആണ് കാണിക്കാൻ ടീൻ്റെ രണ്ട് കണ്ടീഷൻ നമ്മൾ വെരിഫൈ ചെയ്യണ്ടേ. ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ വെരിഫൈ ചെയ്തു. ടി ഓഫ് യു + വി = ടി ഓഫ് യു + ടി ഓഫ് വി ഉപയോഗിച്ചിട്ട് അവിടെ വെരിഫൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ ടി ഓഫ് സി വി = സി × ടി ഓഫ് വി. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ടി ഓഫ് 0 നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താട്ടോ, ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി. ഇനി അടുത്ത റിസൾട്ട്. അടുത്ത റിസൾട്ട് സിമ്പിളാണ്. ടി ഓഫ് യു + വി = ടി ഓഫ് യു + ടി ഓഫ് വി ആയ പോലെ തന്നെ ഈ സബ്സ്ട്രാക്ഷനും അതേ പ്രോപ്പർട്ടി ഉണ്ട്. ടി ഓഫ് യു - വി = ടി ഓഫ് യു - ടി ഓഫ് വി. ഞാൻ പെട്ടെന്ന് പ്രൂവ് ചെയ്യാം. പ്രൂഫ് ഇതാ വായിച്ചോളൂ. ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഞാൻ അടുത്ത റിസൾട്ടിലേക്ക് പോകാം. അടുത്ത റിസൾട്ട് വായിച്ചു നോക്കുക. ഇത് ആക്ച്വലി നമുക്ക് ലീനിയാരിറ്റീൻ്റെ കണ്ടീഷനിൽ ടി ഓഫ് യു + വി = ടി ഓഫ് യു + ടി ഓഫ് വി ഇങ്ങനെയുള്ളത് രണ്ട് വെക്ടേഴ്സിനാണുള്ളത്. അത് n വെക്ടേഴ്സിനും ട്രൂ ആണെന്നുള്ളതാണ് അല്ലേ. ടി ഓഫ് u1 + u2 + un = ടി ഓഫ് u1 + ടി ഓഫ് u2 + ടി ഓഫ് un. ഞാൻ എന്തിനാണ് ഇത് വായിക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ, സോ ഇത് ഇങ്ങനെ n വെക്ടേഴ്സിനും എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ ഇത് പ്രൂവ് ചെയ്യാം. പ്രൂഫ് ഞാൻ 3 വെക്ടേഴ്സിന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ജനറലി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഞാൻ പറയാം അതിന് ശേഷം. സോ ടി ഓഫ് u1 + u2 + u3. ശരിക്കും 3 വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമോ? ഇല്ലല്ലോ, അഡീഷൻ തന്നെ 2 വെക്ടേഴ്സ് തമ്മിലുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ആദ്യം ഈ 2 വെക്ടേഴ്സ് ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ടിനോട് ഇത് ആഡ് ചെയ്യുക അല്ലേ. അതായത് ടി ഓഫ് u1 + u2 + u3 അതാണിത്. അതിനെ ഷോർട്ടാക്കിയിട്ട് ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. നൗ ദിസ് ഈസ് ഈക്വൽ ടു ഇനി എന്താ ഈ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്തൂടെ. 2 വെക്ടേഴ്സ് അല്ലേ ഇവിടെ ഉള്ളൂ. ഇതാ ഒരു വെക്ടർ ഇത്, ഒരു വെക്ടർ ഇത്, അങ്ങനെ 2 വെക്ടറേ ഉള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു ടി ഓഫ് u1 + u2 + ടി ഓഫ് u3. ഈ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നൗ ദിസ് ഈസ് ഈക്വൽ ടു ഇനി വീണ്ടും ഇത് ഇവിടെ അപ്ലൈ ചെയ്യുക. ഇവിടെ 2 വെക്ടേഴ്സേ ഉള്ളൂ. അപ്പം ടി ഓഫ് u1 + ടി ഓഫ് u2 അല്ലേ. അപ്പം ക്ലിയർ അല്ലേ. ആ ഇതിൻ്റെ റിസൾട്ട് ഇതാ വരിക. ആ റിസൾട്ടിനോട് ഇത് ആഡ് ചെയ്യണം. + ടി ഓഫ് u3
അല്ലേ? ഇനി ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് എഴുതാം. ടി ഓഫ് u1 പ്ലസ് ടി ഓഫ് u2 പ്ലസ് ടി ഓഫ് u3 അല്ലേ? അണ്ടർസ്റ്റുഡ് ആണ്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. അപ്പോൾ 3 വെക്ടേഴ്സ് ട്രൂ ആണ്. ഇങ്ങനെ 4 വെക്ടേഴ്സിനും ഇൻ ജനറൽ n വെക്ടേഴ്സിലേക്ക് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വെറുതെ ചെയ്ത് സമയം കളയണ്ട. ഓക്കെ, ഇനി അടുത്ത റിസൾട്ട് ഇതാണ്. നിങ്ങൾ സ്വന്തം പ്രൂവ് ചെയ്യുക. ഇത് ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാനേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കട്ടോ, ഉള്ളിൽ u1 എക്സെട്ര u എന്ന് പറഞ്ഞ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാണുള്ളത് കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുക. ഇത് ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ പറയാമല്ലേ, ടി ഓഫ് സമ്മേഷൻ i ഈക്വൽ ടു 1 to n CIUI ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to n CIT ഓഫ് UI എന്ന് പറഞ്ഞൂടെ. പിന്നെ ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ പറയാം. ഓക്കെ, ഇനി ഞാൻ ഇതോടെ ഈ വീഡിയോ നിർത്തുകയാണ്. ആക്ച്വലി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി ഈ വീഡിയോയിൽ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അടുത്ത വീഡിയോയിലേക്ക് മാറ്റുക.